ത്വയ്ബ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. യമനിലെ ഹൂത്തികളെ പരാജയപ്പെടുത്തുന്നിടത്ത് അമേരിക്കയുടെ ബൈഡൻ ഭരണകൂടം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് ആ പരാജയം നികത്താൻ വേണ്ടി കടന്നു വന്ന ട്രംപ് ഇപ്പോൾ കിളിപോയ അവസ്ഥയിലാണുള്ളത്. യമനിലെ ഹൂത്തികളെ ആക്രമിച്ച് അമേരിക്കയുടെ മിസൈൽ സ്റ്റോറേജുകൾ കാലിയാവുക എന്നല്ലാതെ ഒരു ഫലവും കാണുന്നില്ല എന്നാണ് ഇപ്പോൾ അവസാനം വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. കാരണം അമേരിക്ക ഹൂത്തികളുടെ കേന്ദ്രം എന്ന് പറഞ്ഞ് അവരുടെ മിസൈൽ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് പല പൊസിഷനുകളും ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ ആക്രമിച്ച അതേ പൊസിഷനിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഇപ്പോഴും മിസൈൽ വർഷം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് അമേരിക്കയുടെ മിസൈലുകൾ പതിക്കുന്നത്? ഇതിന് എന്ത് പ്രത്യാഘാതങ്ങളാണ് ഹൂത്തികളിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്ന വലിയൊരു ചോദ്യചിഹ്നം ഇവിടെ ഉയർന്നു വരികയാണ്. ഈ ഹൂത്തികൾ അടക്കമുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഇസ്രായേലിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇറാനോട് ട്രംപ് ഭരണകൂടം പരമാവധി പറഞ്ഞു, നിങ്ങൾ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് സഹായം നൽകരുത്, നിങ്ങളുമായി ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഒന്നാമത് കത്തയച്ചു, ഇറാൻ തള്ളിക്കളഞ്ഞു. രണ്ടാമത്തെ കത്ത് ഇറാന്റെ പരമോന്നത നേതാവിന് തന്നെ. എന്നാൽ ഈ കത്തിന് പോസിറ്റീവായി പ്രതികരിച്ചിട്ടില്ല എങ്കിൽ, ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ ഇറാൻ തീഗോളമായിരിക്കും, ഇറാൻ നരകമായിരിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷെ ആ അഭ്യർത്ഥനയും ഇറാൻ തള്ളിക്കളഞ്ഞു. അതിനുശേഷം ഇപ്പോൾ വലിയൊരു കത്ത് എഴുതിയിരിക്കുകയാണ്. പരമോന്നത നേതാവിന് തന്നെയാണ് ട്രംപിന്റെ കത്ത്. ട്രംപ് പറയുന്നത്, നിങ്ങളുമായി ആണവ കരാറിൽ ഒപ്പുവെക്കാൻ ഞങ്ങൾ റെഡിയാണ്, നിങ്ങളുടെ എല്ലാ ഉപരോധങ്ങളും ഞങ്ങൾ പിൻവലിക്കാം, നമ്മൾ ഒരു സൗഹൃദ രാഷ്ട്രമായി ഇനി മുന്നോട്ട് പോകാം. എന്തൊക്കെയാണ് ട്രംപിന്റെ വാഗ്ദാനങ്ങൾ എന്നറിയോ? പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ സഹായിക്കുന്നത് നിർത്തലാക്കണം. ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾക്ക് ആയുധം നൽകി ഇതുപോലെ മുന്നോട്ട് പോയാൽ ഇസ്രയേലിന്റെ ഭാവി എന്താണ് എന്നാണ് ട്രംപ് ആലോചിക്കുന്നത്. മാത്രമല്ല, ഇത് നിങ്ങൾക്കൊരു വലിയൊരു അവസരമാണ്. ഈ അവസരം നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ ഖേദിക്കും, ശക്തമായ ആക്രമണം ഉണ്ടാകും. പക്ഷെ ഇറാൻ ഈ അഭ്യർത്ഥനയും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ പറയുന്നത്, എവിടെ നിന്നാണോ ഡീഗ ഗാർഷ്യ എന്നറിയപ്പെടുന്ന ദ്വീപിൽ നിന്ന്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപിൽ നിന്നാണ് ആക്രമിക്കുന്നതെങ്കിൽ ആ കേന്ദ്രം ആക്രമിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ഇറാന്റെ എല്ലാ മിസൈൽ ലോഞ്ചറുകളും ഭൂമിക്കടിയിൽ തയ്യാറായി നിൽക്കുകയാണ്. ഈ പ്രവിശ്യയിലെ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് അമേരിക്ക ആക്രമണം നടത്തി കഴിഞ്ഞാൽ ആ കേന്ദ്രങ്ങളെ നിമിഷങ്ങൾക്കകം ഞങ്ങളുടെ മിസൈലുകൾ പിന്തുടരുമെന്നാണ് ഇറാന്റെ സൈനിക മേധാവി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യവും കൂടെ ഇറാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ബ്രിട്ടന്റെയും അമേരിക്കയുടെയും സൈനികർ ആക്രമിക്കപ്പെടുമെന്നാണ്. കാരണം ഈ ദ്വീപ് ബ്രിട്ടന്റെയും കൂടെ അംഗീകാരം ഉണ്ടാകുമ്പോഴേ അമേരിക്ക ആക്രമിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രിട്ടന്റെ സൈനികരെയും ആക്രമിക്കും. പക്ഷെ അങ്ങനെ അമേരിക്ക അവിടെ നിന്ന് ആക്രമണം നടത്തി കഴിഞ്ഞാൽ തിരിച്ച് ബ്രിട്ടന്റെ സൈനികരെ ആക്രമിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക മറ്റൊരു കാര്യവും കൂടെ മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ അടുക്കലെല്ലാം ഞങ്ങൾ മിസൈലുകൾ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ദൈർഘ്യമോ എക്സ്പ്ലോഷൻ പവറോ വ്യക്തമല്ലാത്ത രൂപത്തിൽ അതെല്ലാം രഹസ്യമാണ്. മെക്സിക്കോയുടെ കടൽ ഭാഗത്തും ഞങ്ങളുടെ ആയുധങ്ങളുണ്ട്, അത് അമേരിക്കയെ പിന്തുടരുമെന്ന് കൂടെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും അമേരിക്കയുടെ ഏത് നീക്കങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഈ ഹൂത്തികളുടെ നേതാവ് ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന അതീവ ഗുരുതരമാണ്. സൗദി അറേബ്യയിലെ അറാംകോയാണ് അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നത്. അറാംകോ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ നിന്ന് വണ്ടി വിടും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഹൂത്തികളും ഇറാനും എവിടെയെല്ലാം ആക്രമിക്കും, അമേരിക്കയുടെ ഏതെല്ലാം താല്പര്യങ്ങളെ ആക്രമിക്കും എന്നതിന്റെ ചില സൂചനകൾ കൂടെയാണ്. അമേരിക്ക ആക്രമണം നടത്തിയാൽ മിഡിൽ ഈസ്റ്റിൽ അതിന്റെ പ്രത്യാഘാതം നമ്മൾ ചിന്തിക്കുന്നതിലേറെ എത്രയോ വലുതാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങരുത് എന്ന മുന്നറിയിപ്പ് കൂടെ അമേരിക്കക്ക് ഇറാൻ നൽകുന്നുണ്ട്.